ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ എന്ന് തുറന്നടിച്ച് DMK. രാഹുലിന്റെ നിലപാട് പ്രതിപക്ഷ ഐക്യത്തെ തകർക്കുന്നതെന്ന് DMK മുഖപത്രമായ മുരശുലിയിൽ മുഖപ്രസംഗം. ഐക്യത്തെപ്പറ്റി ക്ലാസ് എടുക്കുന്നതിന് പകരം ഐക്യം ദുർബലപ്പെടുത്തിയത് ആരെന്ന് ചോദ്യം. രാഹുലിന്റെ നിലപാടുകൾ BJPയെ സഹായിക്കാനെന്ന് കേരളത്തിലെ ഇടത് നേതാക്കളുടെ വിമർശനവും മുരശുലിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാഹുൽ വലിയ തമാശയെന്ന് DMK IT വിങ്ങും പറയുകയാണ്. വിവരങ്ങളുമായി ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, കഴിഞ്ഞ ദിവസം പിണറായി വിജയനൊക്കെ അത് അസന്നിഗ്ധമായി തന്നെ പറയുകയുണ്ടായി. ഇത് രാഹുലിൻ്റെ ഇത്തരം നിലപാടുകൾ BJPയെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇന്ത്യ സഖ്യത്തെ ഈ നിലയിലെത്തിച്ചത് രാഹുലിൻ്റെ ഇത്തരം നിലപാടുകളാണ് എന്ന് പറയേണ്ട അത് തന്നെ ആവർത്തിക്കുകയാണ് DMK. നേരത്തെ തന്നെ DMK നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിട്ട് മറ്റൊരു മുന്നണി ഉണ്ടാക്കുമ്പോൾ പോലും കോൺഗ്രസ് ഇല്ലാത്ത ഒരു മുന്നണിക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അത്രയധികം അവരെ ഇതിൽ നിന്നും വിച്ഛേദിച്ച് നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് തീർച്ചയായും പ്രധാന നേതാവായ രാഹുലിൻ്റെ ഇത്തരം നിലപാടുകൾ തന്നെയാണ്. അത് തന്നെയല്ലേ മുഖപ്രസംഗത്തിലും പറയുന്നത്. വിവരങ്ങൾ. അതെ ശ്യാമിലി, അവർ കടുത്ത വിമർശനം തുടരുകയാണ്. കാരണം നേരത്തെ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ DMK സഖ്യം വിട്ട് TVKയുമായി കൈകൊടുത്തിരുന്നു. അതിൽ ആ സർക്കാരിൻ്റെ ഭാഗമാകുകയും ചെയ്തു കോൺഗ്രസ്. അതിന് പിന്നാലെ തന്നെ വലിയ വിമർശനം DMK ഉന്നയിക്കുന്നതാണ്. അവർ പ്രമേയം പാസാക്കി. അതിന് പിന്നാലെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദം. തീർച്ചയായും ഇന്ത്യ സഖ്യ യോഗത്തിൽ രാഹുലിൻ്റെ പ്രസംഗം പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് ഇടതു പാർട്ടികളടക്കം രാഹുലിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചത്. ഇപ്പോൾ DMKയും അത് ഏറ്റുപിടിക്കുകയാണ്. അവർ നേരത്തെ ഉന്നയിച്ചത് വിമർശനം ഇപ്പോൾ ആവർത്തിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും പാർട്ടി മുഖപത്രം തന്നെ ഇപ്പോൾ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. IT വിങ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ വലിയ വിമർശനം ശക്തമാക്കുകയും ചെയ്യുന്നു. അതിൽ തന്നെ മുരശൊലിയിലെ ലേഖനത്തിൽ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ചാണ് എപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ ഓരോ സംസ്ഥാനങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ആരാണ് പ്രതിപക്ഷ ഐക്യം തകർക്കുന്നത് എന്ന ചോദ്യമാണ് മുരശൊലി ഉന്നയിക്കുന്നത്. ഐക്യത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ക്ലാസ് എടുക്കുന്നതിനോട് അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം തന്നെയാണ് ഇത്തരത്തിൽ സഖ്യം ദുർബലപ്പെടുത്തുന്നത് എന്ന വാദം കൂടി ഏതായാലും മുരശൊലി ഉന്നയിക്കുന്നു. ഒപ്പം ഇടത് നേതാക്കൾ ഇന്ത്യ സഖ്യയോഗത്തിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗമൊക്കെ തന്നെ വിശദമായി മുരശൊലിയിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യ സഖ്യത്തിലെ തന്നെ നേതാക്കൾക്കെതിരെയൊക്കെ തന്നെ രാഹുൽ ഗാന്ധി നിലപാടെടുക്കുന്നു. അപ്പോൾ അത് BJPയെ സഹായിക്കാനാണോ അത്തരം നിലപാടുകളെന്ന സഖ്യത്തിലെ കക്ഷികൾക്ക് തന്നെ ചോദിക്കേണ്ടി വരികയാണെന്ന വിമർശനം കൂടി ലേഖനത്തിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നുണ്ട്. IT വിങ് ആകട്ടെ കുറച്ചുകൂടി കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. IT വിങ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആ പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അവരെ കൂടെ കൊണ്ടു നടന്ന DMK പ്രവർത്തകരാണ്, DMKയുടെ നേതാക്കളാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അവർ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയി മറുകണ്ഠം ചാടി എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധി വലിയ തമാശയാണ്, ഇപ്പോഴും അദ്ദേഹം വളർന്നിട്ടില്ല എന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയൻ തന്നെ ആശ്ലേഷിക്കാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശം നൽകിയ മറുപടി അത് CPIM സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ IT വിങ്ങും ഇത്തരത്തിൽ വിമർശനം ശക്തമാക്കിയിരിക്കുന്നത്.